ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി ഇൻഫോ പാർക്കിന് വളരെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 80 മീറ്റർ മാത്രം അകലെയായി 4,400 സെൻറ്റ് ലാൻഡും 2,200 സ്ക്വയർ ഫീറ്റുള്ള ഓണർ 1,15,00,000 രൂപ ചോദിക്കുന്ന 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ യൂട്ടിലിറ്റി സ്പേസ് ഒരു വർക്ക് ഏരിയ സംവിധാനത്തോടു കൂടി വരുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് റോഡിൻ്റെ വിടുത്തൊക്കെ നോക്കാം. 5 മീറ്റർ ആയിട്ടുള്ള ഇൻ്റർണൽ റോഡാണ്. അത് പഞ്ചായത്തിൻ്റെ ടാർ റോഡിൽ നിന്നും നമ്മൾ ടാറിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് 5 മീറ്റർ ആയിട്ടുള്ള ഇൻ്റർണൽ റോഡാണ്. കൂടാതെ നമുക്ക് ഗേറ്റൊക്കെ വരുന്നത് ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന രീതിയിൽ നല്ല CNC കട്ടിങ് ചെയ്തുള്ള മനോഹരമായ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് മതിലിന് അത്യാവശ്യം നല്ല ഡസ്റ്റർ വർക്കുകളുണ്ട്. കൂടാതെ LED ലൈറ്റുകളും മതിലിനായിട്ട് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് 2-3 വാഹനം ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയ കവേഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് ഇവിടെയും SUV-കളിൽ വലിയൊരു വാഹനം നിൽക്കാവുന്ന രീതിയിലുള്ള കവേഡ് ആയിട്ടുള്ള കാർ പോർച്ച് നമുക്കിവിടെ വരുന്നുണ്ട്. കൂടാതെ 1-2 വാഹനം കൂടി അവിടെയും പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. കടപ്പക്കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് നമുക്ക് കാർ പോർച്ചിൻ്റെ പ്രൊവിഷനിൽ നൽകിയിരിക്കുന്നത്. നമുക്ക് സിറ്റ് ഔട്ട് വരുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ടൈലുകളാണ്. കൂടാതെ ഫ്രണ്ട് ഡോറായിട്ട് വരുന്നത് ഡബിൾ പാളിത്തിരുത്ത നല്ല തേക്ക് മരത്താൽ നിർമ്മിച്ച നല്ല ഡിസൈനോട് കൂടിയ ഡോറാണ് ഫ്രണ്ട് ഡോറിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസാണ് നമുക്കിവിടെ വരുന്നത്. കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം എൽ ഷേപ്പിൽ സെറ്റിയൊക്കെ ഇടാവുന്ന രീതിയിലുള്ള ലിവിങ് സ്പേസ് വരുന്നുണ്ട്. കൂടാതെ നമുക്ക് നല്ല മനോഹരമായ ഒരു TV യൂണിറ്റും നമുക്ക് വരുന്നുണ്ട്. കൂടാതെ അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട്. ലിവിങ് സ്പേസിന് ഭംഗിയാക്കുന്നതിന് വേണ്ടി ഡബിൾ ഹൈറ്റൊക്കെ നൽകി നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. കൂടാതെ നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ ഈ സൈഡിലും നമുക്ക് വരുന്നുണ്ട്. നല്ലൊരു ഗ്ലാസ് വിൻഡോയും ഇവിടെയും വരുന്നുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്ന നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. 8-10 പേർക്ക് ഈസി ആയിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസാണ് നമുക്ക് വരുന്നത്. ടൈലുകളൊക്കെ അത്യാവശ്യം നല്ല ഡീസലിലുള്ള ടൈലുകളാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഡൈനിങ് സ്പേസിൻ്റെ ഔട്ട് സൈഡിലായിട്ട് നമുക്ക് നല്ലൊരു വാഷ് ബേസിൻ കൗണ്ടറും അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അത് പിന്നീട് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ക്ലിയർ ആക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നല്ല ഗ്രാസി വർക്കുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ല ഓപ്പൺ കൺസെപ്റ്റിലുള്ള കിച്ചണിലേക്കാണ്. കിച്ചണിൽ കിടക്കുന്ന എൻട്രിയിലൊക്കെ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയും മുകളിലും താഴെയുമായിട്ട് 2 ലെയറുകളായിട്ട് നല്ല ഗ്ലോസി ഫിനിഷിങ്ങിലുള്ള നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ നമുക്കിവിടെ കിച്ചണിലും വരുന്നുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ ഇവിടെ കംപ്ലീറ്റ് ചെയ്തില്ല. കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഭംഗിയാക്കി സിങ്കൊക്കെ വെച്ച് നല്ല രീതിയിൽ നൽകുന്നതാണ്. അത്യാവശ്യം കബോർഡ് വർക്കുകളും നമുക്ക് വർക്ക് ഏരിയയിൽ വരുന്നുണ്ട്. കൂടാതെ വടക്ക് കിഴക്കേ മൂലയിലേക്ക് മാറ്റി നല്ലൊരു കിണർ സംവിധാനവും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട്. നമ്മൾ നേരെ പോകുന്ന നല്ല താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. ഈ വീടിനായിട്ട് താഴെ ഒരു ബെഡ്റൂം 2 ബെഡ്റൂമാണ് വരുന്നത്. എങ്കിൽ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് 2 ബെഡ്റൂമുകളും. ടൈലുകളൊക്കെ അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ടൈലുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. കൂടാതെ നല്ല രീതിയിലുള്ള മൾട്ടിവുഡിനകത്ത് നല്ല കബോർഡ് വർക്കുകളും നമുക്ക് വരുന്നുണ്ട്. ഒരു മിറർ യൂണിറ്റും നമുക്കവിടെ വരുന്നുണ്ട്. കൂടാതെ ഫാൾസിലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ടും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ബാത്റൂമിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ല. അത് പൂർത്തീകരിച്ച് പിന്നീട് നമുക്ക് നൽകുന്നതാണ്. ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. 2 ബെഡ്റൂമാണ് താഴെ നമുക്ക് വരുന്നത്. എങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് താഴെ 2 ബെഡ്റൂം വരുന്നത്. കൂടാതെ നമുക്ക് സൈഡിൽ നല്ല രീതിയിലുള്ള വാൾഡ്രോബ്സുകളും വരുന്നുണ്ട്. ഒരു മിറർ യൂണിറ്റ് വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഫാൾസിയിലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ടും നമുക്ക് വരുന്നുണ്ട്. ഈ ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. നമുക്ക് സെപ്പറേഷനൊക്കെ വരുന്നുണ്ട്. ബാത്റൂമിൻ്റെ പണി പൂർത്തീകരിച്ച് നമുക്ക് നൽകുന്നതാണ്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പിൻ്റെ സൈഡിൽ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ നമുക്ക് ഇൻവെർട്ടറൊക്കെ വെക്കാനുള്ള പോർഷൻ അവിടെയാണ് വരുന്നത്. കൂടാതെ സ്റ്റഡി ടേബിളും അതിനുള്ള പോർഷനും നമുക്കവിടെ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് മുകളിലെ നിലയിൽ നോക്കാം. മുകളിൽ സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റും കൂടാതെ ബോർഡറായിട്ടൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ടൈലുകളുമാണ്. ഹാൻഡ് റെയിൽസൊക്കെ വരുന്നത് നല്ല സ്ക്വയർ ട്യൂബിലും കൂടാതെ വുഡിൻ്റെ പാനലൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഹാൻഡ് റെയിൽസൊക്കെ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ അപ്പർ ലിവിങ് ഏരിയയിൽ നല്ല രീതിയിലുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പർ ലിവിങ് ഏരിയയിൽ നല്ല സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ഇടാവുന്ന രീതിയിലുള്ള നല്ല സ്റ്റഡി ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പർ ലിവിങ് ഏരിയയിൽ നല്ല രീതിയിലുള്ള ഫാൾസിലും വർക്കുകളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഇവിടെയും 2 ബെഡ്റൂമുകളാണ് വരുന്നത്. മുകളിലും എന്നാലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് മുകളിലുള്ള ബെഡ്റൂം വരുന്നത്. കൂടാതെ നമ്മൾ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്ക് ഈ സൈഡിലായിട്ട് വരുന്നുണ്ട്. കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ടും നമുക്ക് വരുന്നുണ്ട്.
ഈ ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ബാത്റൂമിൻ്റെ പണികൾ പൂർത്തീകരിച്ച് പിന്നീട് നമുക്ക് ക്ലിയറാക്കി നൽകുന്നതാണ്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം തന്നെ പറയാം, അത്ര വലുപ്പത്തിലാണ് ഈ ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെയും നല്ല രീതിയിലുള്ള വാൾഡ്രോപ്സുകൾ, നല്ല മൾട്ടിവുഡിനൊക്കെ തീർത്ത വാൾഡ്രോപ്സൊക്കെ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് നല്ലൊരു സ്റ്റഡി ടേബിളും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഒരു ഫാൾസീലും വർക്കുകളും നല്ല രീതിയിൽ ഈ ബെഡ്റൂമിലും വരുന്നുണ്ട്. ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂമിൻ്റെ പണികൾ ഇവിടെ പൂർത്തീകരിച്ചുള്ള അതും പൂർത്തീകരിച്ച് നമുക്ക് നൽകുന്നതാണ്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി സ്പേസും നമുക്കിവിടെ ടെറസായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷനും നമുക്ക് ഇവിടെ നിന്നാണ് വരുന്നത്. കൂടാതെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നമുക്ക് യൂട്ടിലിറ്റി സ്പേസിൻ്റെ സൈഡിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണിയും അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ആൻഡ്രൈൽസൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് നല്ല ഫാൾസിലും വർക്കുകളും ബാൽക്കണിയിലും നമുക്ക് വരുന്നുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിന് വളരെ അടുത്ത്, എന്തു പറഞ്ഞാൽ ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ, ബസ് റൂട്ടിൽ നിന്നും 50 മീറ്റർ ദൂരത്തിൽ വരുന്ന 400 സെൻറ്റ് ലാൻഡും 2200 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു യൂട്ടിലിറ്റി സ്പേസ്, ഒരു വർക്ക് ഏരിയ സംവിധാനത്തോടു കൂടി വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,15 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്.